ഹലോ അസ്സാം വലൈക്കും പറഞ്ഞ് നമ്മളെ നോമ്പും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് ഇനി ഡിന്നർ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞ് അങ്ങനെ തുടങ്ങും കേട്ടോ. എന്നാൽ പിന്നെ ഇന്ന് നമുക്കൊരു അടിപൊളി ഡിന്നർ കോംബോ വെച്ച് തുടങ്ങിയാലോ. നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഈ പാലിൽ ഡിപ്പ് ചെയ്ത് തന്നെ ഇപ്പത്തിരി കഴിക്കണം, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ നല്ല അടിപൊളി തേങ്ങാപ്പാലിൽ കുതിർത്തെടുത്ത പത്തിരിയും ബീഫ് പെരട്ടും നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കോംബോ. ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ എടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു പാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ചെറിയ ടീസ്പൂണിൽ വലിയ ജീരകം ഒന്ന് വറുത്തിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വലിയ ഇതാക്കി കട്ട് ചെയ്തതാണ് ഉള്ളിയില്ലേ, ഒരു ഉള്ളിയാട്ടോ എടുത്തത്. അതേപോലെ ഒരു തക്കാളിയും ചെറിയ 2 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ അരച്ചെടുക്കും കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, ഇതേപോലെ വലിയ പീസായാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് നല്ല പോലെ ഒന്ന് കുക്കായിട്ട് അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ വേറെ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയില്ലേ, വലിയ സ്പൂണിൽ മല്ലിപ്പൊടി കരിഞ്ഞ് പോകരുത് കേട്ടോ, തീ കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയില്ലേ, കാശ്മീരി മുളക് പൊടി എടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരും, ആ കുത്തുന്ന സ്മെല്ലൊക്കെ പോയിട്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക, കരിയരുത് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ പൗഡേഴ്സ് ഇല്ലേ, അത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കുരുമുളകും വലിയ ജീരകവും ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നതിന് ശേഷം നമ്മളിപ്പോൾ ഒന്ന് വഴറ്റി വെച്ച ഉള്ളി തക്കാളി വെളുത്തുള്ളില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ലോണം തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ബീഫ് പെരട്ടിയിൽ നമുക്ക് പൊറാട്ടൻ്റെ ഒപ്പമൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ചപ്പാത്തി എന്തിനൊപ്പം നല്ല മാച്ചായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് സ്റ്റെപ്സ് ഒന്നും ഇല്ല കേട്ടോ. ഈ ബീഫ് ആദ്യം കുക്കാക്കിയാൽ തന്നെ ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിയും. ഇനിയിപ്പോൾ സെയിം പാൻ തന്നെ വെച്ചിട്ട് കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഈ മിക്സില്ലേ, അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ അരച്ചെടുത്ത മിക്സില്ലേ, അത് നല്ല പോലെ കുറുകിയിട്ട് എന്താ പറയുക, ഇങ്ങനെ ബീഫൊക്കെ കൈമേൽ കിടന്ന് ഇങ്ങനെ ഫുള്ള് ഗ്രേവി ഇല്ലാണ്ട് അങ്ങനെ വറ്റിച്ചെടുക്കൂലേ, അങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. നമ്മൾ അങ്ങനെ അന്നപ്പാണെങ്കിൽ ബ്ലാക്ക് കളറും നമുക്ക് കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്കിപ്പോൾ ചിക്കൻ വേണം, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വീണ്ടും മിക്സി ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരണം കേട്ടോ. ഞാൻ ജസ്റ്റ് എന്താ പറയുക, കുറച്ച് ബീഫ് ഒരു 500 ഗ്രാമോളം ബീഫ് ഉണ്ടാകും. അത് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് മാത്രം വേവിച്ചെടുത്താൽ കേട്ടോ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. എന്നിട്ട് ആ ബീഫ് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കുറുക്കി വറ്റിച്ചെടുക്കുക കേട്ടോ. ആ ബീഫിൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ട്, ഒരുപാടൊന്നുമില്ല, അതുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം അങ്ങനെ മിക്സാക്കി കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെക്കുള്ളൊരു പത്തിരിൻ്റെ മാവില്ല, അതൊക്കെ കുഴച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ. കണ്ടോ, നമ്മളെ ഗ്രേവി ഇപ്പം നല്ലോണം കുറുകി വന്നിട്ട് ഇത് ഒരുപാട് വീണ്ടും കുറുകണം കേട്ടോ, അത് പോരാ. ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ ഈ നന്മ ആമീസിൻ്റെ ഒക്കെ പത്തിരിപ്പൊടിയില്ലേ, നമുക്ക് ഈ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. അതിൽ ഈ ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, അതൊക്കെ നമുക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അല്ലാത്തതൊക്കെ ഈ നൈസ് പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പത്തിരിപ്പൊടിയാണ്. അത് ഞാനിപ്പോൾ ഏകദേശം 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്. പത്തിരിക്കൊക്കെ മാവ് കുഴക്കുന്ന അറിയുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നാലും ഇതേപോലെ കറക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ പരത്തിയെടുത്ത്. ഇതിപ്പോൾ കുറേ ആൾക്കാർ ഈ കവറിലൊക്കെ വെച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെയും ചൂടുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വായൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂൺ അല്ലെ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കെട്ടിയും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെല്ലുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഈ ബ്രൗൺ കളർ ആവൂലേ, അതുവരെ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഈ കാപ്പി കളർ ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് അങ്ങനെ വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ വെള്ളം ചേർക്കണ്ട കേട്ടോ, കട്ടിയുള്ള ഈ പാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ പത്തിരി മൊത്തം ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് സമയം അങ്ങനെ അതിൽ കുതിർന്നിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നല്ല ടേസ്റ്റ് ആട്ടോ ഈ പത്തിരിക്ക്. ഇത് അല്ലാത്ത നോർമൽ നെയ്സ് പത്തിരി ഇല്ലേ, അങ്ങനെയും ചെയ്യും. അതേപോലെ നമ്മൾ ഈ പാൽ പൊറാട്ടൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വെറുതെ പറയല കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പോൾ ഓക്കെ, ബൈ.